പീഡകളേറ്റു തളർന്നു നാഥൻ, മാനവരക്ഷയ്ക്കായി ക്രൂശിലേറി. ഓർക്കുക മക്കളെ, പാപത്തിൻ കാർമേഘം തുടച്ചു നീക്കാൻ ഉണരു നീ, സമയമായി ഒരുങ്ങുവാൻ, സമയമായി ഒരുങ്ങുവാൻ, സമയമായി. പ്രിയപ്പെട്ടവരെ, നോമ്പുകാല ചിന്തകളിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ബോധ്യമായി തങ്ങി നിൽക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത പങ്കുവയ്ക്കാനാണ് ഇന്ന് ഈ ദിവസം ഞാൻ തയ്യാറാകുക. വിശ്വാസത്തിൻ്റെ മർമ്മരങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ നിന്ന് ചാലിച്ചെടുത്ത കുറേ കുഞ്ഞ് സ്വരങ്ങളാണ് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറ്റിവിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന വചനങ്ങളിലൊന്ന്, നമ്മുടെ വിശ്വാസം ആഴപ്പെടുന്നത് ദൈവം എനിക്ക് വേണ്ടി ഇടപെടും എന്ന ചിന്തയിലാണ്. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്ന വചനം ഇതാണ്: എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ന്യായം നടത്തിത്തരും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ന്യായം നടത്തിത്തരും എന്ന് ഞാൻ വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശ്വാസം ശക്തമായി മനസ്സിൽ നിറഞ്ഞാലേ നമ്മളെ എതിർക്കുന്നവരോടും നമ്മളെ തോൽപ്പിക്കുന്നവരുടെയും മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പല ആളുകളും നമ്മളെ തോൽപ്പിക്കുന്നവരാണ്. വാക്കുകൊണ്ട് തോൽപ്പിക്കുന്നവരുണ്ട്, ശക്തി കൊണ്ട് തോൽപ്പിക്കുന്നവരുണ്ട്, ചിലപ്പോൾ പണം കൊണ്ട് തോൽപ്പിക്കുന്നവരുണ്ട്, ആരോഗ്യം കൊണ്ട് തോൽപ്പിക്കുന്നവരുണ്ട്. ചിലപ്പോൾ നിസ്സഹായരായി നമ്മൾ തോറ്റു പോവുകയും ചെയ്യും. നിസ്സഹായരും ദുർബലരും ബലഹീനരുമായി വീണു പോകുമ്പോൾ ദൈവം നമുക്ക് ശക്തി തരും. അതുകൊണ്ടാണ് ബൈബിളിൽ പല സ്ഥലങ്ങളിലും കിടക്കുന്ന വചനം ഇങ്ങനെ ഓർത്തു വെക്കണം: എൻ്റെ കർത്താവ് എനിക്ക് വിജയം നൽകുന്ന കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എനിക്ക് വിജയം നൽകുന്ന കർത്താവാണ്. സെഫാനിയുടെ പുസ്തകത്തിൽ വായിച്ചൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. വിജയം നൽകുന്ന കർത്താവ്, ജേതാവായ കർത്താവ് നിൻ്റെ മുമ്പിലുണ്ട്, നിൻ്റെ മധ്യത്തിലുണ്ട്. ഇതൊരു വിശ്വാസമായി ഞാൻ കൊണ്ടുനടക്കണം. എൻ്റെ ദൈവം എനിക്ക് വിജയം നൽകും. ഭൂമിയിലെ പല ആളുകളും എന്നെ തോൽപ്പിച്ചേക്കാം. ചിലപ്പോഴൊക്കെ നിസ്സഹായരും ദുർബലനുമായി ഞാൻ വീണു പോയേക്കാം. പക്ഷെ എൻ്റെ കർത്താവ് എനിക്ക് എന്നും വിജയം നൽകുന്നവനാണ്. ഈ ഒരു ബോധ്യം നിങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പല മേഖലകളിലും ആളുകൾക്കുണ്ടാകുന്ന വിഷമങ്ങളിലൊന്ന്, അവരുടെ ജീവിതത്തിൽ പലരും അവരെ പറ്റിച്ചു, വഞ്ചിച്ചു, കരയിപ്പിച്ചു എന്നും. പക്ഷേ എന്താണ് വചനം പറഞ്ഞു വെക്കുന്നത്? ജീവിതത്തിൽ എല്ലാ നിമിഷവും നമ്മളെ തോൽപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ വെറുതെ വിടണം. റോമാക്കാർക്ക് എഴുതി വെച്ച ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാം വചനം തൊട്ട് നിങ്ങൾ കേൾക്കണം. റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായം 18 മുതൽ വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന് വിട്ടേക്കുക. കർത്താവ് പകരം വീട്ടും. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ നീ ആഹാരം കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ നീ കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ നീ അവൻ്റെ ശിരസിൽ തീക്കനലിൽ കുണുകൂട്ടും. അതായത് നമ്മളല്ല അവരോട് യുദ്ധം ചെയ്യാൻ പോകേണ്ടത്. കർത്താവ് നമുക്ക് മുമ്പേ അവരുടെ മുമ്പേ പോയി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഈയിടെ ഒരു വർഷത്തിനടക്കാൻ തോന്നും ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കൽ ധ്യാനിക്കാൻ വേണ്ടി പോയി. അവിടെ സാധാ ജനത്തിൻ്റെ കൂടെ ഇരുന്ന് ധ്യാനം കൂടി. ഏറ്റവും അവസാനത്തെ ദിവസം എനിക്ക് പ്രിയപ്പെട്ട കൊച്ചുമാത്യു അച്ഛൻ്റെ മാത്യു എലവെങ്കിൽ അച്ഛനടുത്ത് പോയി ഞാൻ മുട്ടുകുത്തി പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടൊന്ന് പ്രാർത്ഥിച്ച് ദൈവം നൽകുന്ന സന്ദേശം എന്താണെന്ന് പറയണം അച്ഛാ. അപ്പോൾ അച്ഛന്
എനിക്ക് വളരെ പ്രിയപ്പെട്ട ആത്മീയ സുഹൃത്താണ്. അച്ഛൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒറ്റ സന്ദേശം മാത്രമേ കർത്താവ് അച്ഛനോട് പറയുന്നുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അച്ഛൻ അതിന് എതിര് പറയാനൊന്നും പോകണ്ട, ന്യായീകരിക്കാനും പോകണ്ട, മിണ്ടാണ്ടങ്ങ് തിരിച്ചു പോക്കോ, കർത്താവ് സംസാരിച്ചോളൂന്ന്. ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, ആരെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചാൽ എതിർവാദം ഉന്നയിക്കാനോ തർക്കിക്കാനൊന്നും പോകണ്ട, കർത്താവ് അച്ഛന് വേണ്ടി സംസാരിച്ചു കൊള്ളുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് മുതൽ എൻ്റെ വലിയൊരു ബോധ്യമായി നിൽക്കുന്നത്, എനിക്ക് വേണ്ടി കർത്താവ് സംസാരിക്കും. എൻ്റെ ജീവിതത്തിൽ മറ്റാര് സംസാരിക്കുന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവ് എനിക്ക് വേണ്ടി ന്യായം നടത്തി തരും. ഞാനല്ല സംസാരിക്കേണ്ടത്, കർത്താവ് പ്രതിഫലം തരും. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് എന്നും കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, ഗ്രാമീണ മനുഷ്യരൊക്കെ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ച് കടന്നു പോകുന്നത്? ചിലപ്പോൾ ഗ്രാമങ്ങളിൽ കണ്ടിട്ടില്ലേ, വാഴക്കൊല കട്ടെന്ന് പരാതി, അല്ലെങ്കിൽ സ്വർണ്ണമാല പറിച്ചുകൊണ്ട് പോയെന്ന് പരാതി, വഴി കിടക്കുന്ന തേങ്ങ എടുത്തെന്ന് പരാതി, ഇങ്ങനെ എന്തെല്ലാം പരാതികൾ ഉണ്ടാകുന്നുണ്ട്. ഈ പരാതികൾ പലതും തീർക്കുന്നത് എങ്ങനെയാണ്? പലപ്പോഴും തീർക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. വാഴക്കൊല കട്ടുകൊണ്ട് പോയി എന്ന് 2 ചേട്ടന്മാർ പരാതി. ഇവൻ എൻ്റെ വാഴക്കൊല കട്ടു എന്ന് പറഞ്ഞാണ് അയാൾ പരാതിയായിട്ട് എൻ്റെ അടുത്ത് വന്നത്. ഞാനിത് കട്ടിട്ടില്ല അച്ഛാ എന്ന് അയാളെ വിളിച്ചപ്പോൾ അയാൾ പറയുന്നു. ഒരാൾ പറഞ്ഞു എടുത്തിട്ടുണ്ടെന്ന്. ഇല്ലെന്ന്. എന്താ തെളിവുള്ളത്? ഇന്നത്തെ പോലെ നുണ പരിശോധനയൊന്നുമില്ല. 2 പേരെ വിളിച്ച് സംസാരിച്ചു. 2 പേരും എന്തോ നുണ പറയുന്നുണ്ടെന്നൊക്കെ തോന്നി. ആരുടെയും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അച്ഛാ ഞാൻ വാഴക്കൊല കട്ടെന്നല്ല അച്ഛൻ പറയുന്നത്. അച്ഛാ അങ്ങനെയാണെങ്കിൽ വാഴക്കൊലയുടെ പൈസ ഞാൻ പള്ളി നടയിൽ വെക്കാം അച്ഛാ, ധൈര്യമുണ്ട് അവൻ എടുക്കട്ടെ, അവൻ്റെതാണെ അവൻ എടുക്കട്ടെ, കർത്താവ് ചോദിച്ചോളൂന്നും. ഞാൻ ഞെട്ടിപ്പോയി. കാരണം കേസ് എൻ്റെ കോടതിയിൽ നിന്നും ദൈവത്തിൻ്റെ കോടതിയിലെത്തി. വാഴക്കൊലയുടെ പൈസ ഞാൻ പള്ളി നടയിൽ വെക്കാം. അതായത് ദൈവം അവസാന വാചകമായി മാറുക, അവസാന വിധിയായി ദൈവം മാറുക. പ്രിയപ്പെട്ടവരെ, സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലെന്നും സൂക്ഷിക്കുന്ന ചിന്ത ചെയ്താൽ ദൈവം എനിക്ക് പ്രവർത്തിക്കും, ദൈവം എനിക്ക് ഉത്തരമാകും. ഞാൻ സാധാരണ ധ്യാനത്ത് പറയുന്ന ചിന്തകളിലൊന്നാം, നാടൻ ഗ്രാമത്തിൽ 2 സ്ത്രീകൾ തമ്മിൽ വഴക്കുണ്ടാക്കിയത്. ഒരു ദിവസം രാവിലെ നോക്കുമ്പം കാണുന്നത് താൻ വളർത്തിയ കോഴിയിലെ ഏറ്റവും മുഴുത്ത ഒരു കോഴിപ്പോൻ, 3 കിലോയുള്ള കോഴിപ്പോന, ഇത് ചത്തു കിടക്കുന്നു. നോക്കിയപ്പോൾ ഒരു നീല നിറമൊക്കെ ഉണ്ട്. വല്ലാത്ത സങ്കടം, ഇത് ചത്തല്ലോ എന്ന് വെച്ചും. അപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്, ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് അയൽവക്കത്തെ ലീലാമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു, എടി നിന്റെ കോഴി കയറി എൻ്റെ ചീനി ചകയ, ഞാൻ നട്ട ചെടിയെല്ലാം ചകഞ്ഞു കളഞ്ഞു, എൻ്റെ മുറ്റത്ത് എന്നാ വിതച്ചിട്ടാലും അത് നെല്ല ഗോതമ്പ് വെച്ചാലും നിൻ്റെ കോഴി കയറി ചീകിക്കളയും. ഇനി എങ്ങാനും നിൻ്റെ കോഴി എൻ്റെ പറമ്പിൽ കയറിയ ഞാൻ വിഷം വെക്കും കേട്ടോ. ഈ കോഴിയുടെ കിടപ്പ് കണ്ടപ്പോഴേ ലില്ലിക്ക് മനസ്സിലായി ഇത് ലീലാമ്മ വിഷം വെച്ചാന്ന്. അവളെൻ്റെ കോഴിക്ക് വിഷം വെച്ചല്ലോ എന്ന സങ്കടം. ലില്ലി എന്ത് ചെയ്തു? ലില്ലി ഈ കോഴിയെ 3 കിലോയുടെ കോഴിപ്പൂനെ പൊക്കിയെടുത്ത് ലീലാമ്മയുടെ അതിരയിലേക്ക് എന്ന് തൊട്ടടുത്ത. അപ്പോൾ ലീലാമ്മ അവിടെ മിറ്റടിക്കാൻ നിൽക്കാം. ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, നീ എൻ്റെ കോഴിക്ക് വിഷം വെച്ചല്ലേടി, കണ്ടില്ലേ എൻ്റെ കോഴി എത്ത് കിടക്കുന്നത്, എന്നാൽ ഇതുങ്ങോടെ നീ കയറ്റിക്കോടി എന്നും പറഞ്ഞ് കോഴിയെ പൊക്കി ഒരൊറ്റ അങ്ങോട്ട്. കോഴി അവിടെ ചെന്ന് ലീലാമ്മയുടെ മുറ്റത്ത് നിന്ന് വീണു. ഈ 6 അടിച്ച ക്രിക്കറ്റിൻ്റെ പന്ത് പോലെ എന്നാ വീണതും. സത്യം പറഞ്ഞാൽ ലീലാമ്മ ഞെട്ടിപ്പോയി. ലീലാമ്മ നോക്കിയപ്പോൾ ഒരു മുഴുത്ത കോഴിപ്പോൻ വന്ന് വീണേക്ക. അവൾ അവിടുന്ന് പറഞ്ഞ എന്താ, നീ എൻ്റെ കോഴിക്ക് വിഷം വെച്ചില്ലേടിയെന്നും. സത്യം പറഞ്ഞാൽ ലീലാമ്മ കോഴിക്ക് വിഷം വെച്ചിട്ടില്ല. അവൾക്ക് ദേഷ്യമായി. ചെയ്യാത്ത കാര്യം ചെയ്തെന്നും പറഞ്ഞ് ഇവളെൻ്റെ എന്നെ അധിക്ഷേപിച്ചില്ലേ. ഈ കോഴിയെ പൊക്കിയെടുത്ത് ലീലാമ്മ നേരെ തിരിച്ച് അങ്ങോട്ട് തന്നെ എറിഞ്ഞു. എനിക്ക് എൻ്റെ കോഴിയൊന്നും വേണ്ടി, ഞാൻ നിൻ്റെ കോഴിക്ക് വിഷം വെച്ചിട്ടില്ല. വിഷം വെക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു, ഞാൻ വിഷം വെച്ചിട്ടില്ല. വിഷം വെക്കുവാണെങ്കിൽ നിൻ്റെ കെട്ടിയോനെ ഞാൻ വിഷം വെക്കുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചങ്ങറി. അത് അവിടെ ചെന്ന് വീണു. ലില്ലിക്കാകെ വിഷമായി. എൻ്റെ കോഴിക്ക് ഇവൾ വിഷം വെക്കുകയും ചെയ്തു. എന്നിട്ട് ഒരിയാതെ അധിക്ഷേപിക്കുന്ന വർത്താനം പറഞ്ഞു. നീ എന്നാടി പറഞ്ഞെന്നൊക്കെ ചോദിച്ച് ഈ കോഴിയെ പൊക്കിയെടുത്ത് നേരെ ഒന്നും കൂടെ അങ്ങോട്ട് എറിഞ്ഞു. ലീലാമ്മ അത് നേരെ തിരിച്ചു നോക്കി ഇങ്ങോട്ട് എറിഞ്ഞു. 5-6 പ്രാവശ്യം കോഴി ഇങ്ങനെ എയർ ഇന്ത്യയുടെ വിമാനം പോലെ ലാൻഡിങ് കിട്ടാതെ പറന്നു നടന്നു. അവസാനം ഒറിജിനൽ ഉടമസ്ഥയായി ലില്ലിയുടെ മുറ്റത്ത് തന്നെ വന്നു വീണു. എന്നാ ചെയ്യാൻ പറ്റും? അങ്ങോട്ട് എറിഞ്ഞ സാധനം ഇങ്ങോട്ട് വരും.
ലില്ലിക്ക് സഹിക്കാൻ പറ്റില്ല. കോഴി ചത്ത് ഇവളുടെ വായിരിക്കുന്ന വർത്താനം കിട്ടും. അപ്പം ഈ പാവം ലില്ലി ഇങ്ങനെ ചങ്കത്തടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എടി നീ ചെവിയേന്നുള്ളി ഓർത്തോടി, ഇതെല്ലാം കണ്ടോണ്ട് ഒരുത്ത മുകളിലിരിപ്പുണ്ട്, അവൻ നിന്നോട് ചോദിച്ചോളൂന്ന്. നീ ചെവിയേന്നുള്ളി ഓർക്കണം, എന്താ? ഇതെല്ലാം കണ്ടോണ്ട് ഒരുത്ത മുകളിലിരിപ്പുണ്ട്, അവൻ നിന്നോട് ചോദിച്ചോളും. ഇതാരാ മുകളിലിരിക്കുന്ന ഒരുത്തൻ? ഫ്യൂസ് കെട്ടാൻ വന്ന ലൈൻമാനോ? അത് തെങ്ങി എത്താൻ വന്നവനോ? അതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ഇത് മുകളിലിരിക്കുന്ന ഒരുത്തൻ തമ്പുരാനാ. ആ തമ്പുരാൻ നിന്നോട് ചോദിച്ചോളും. ഇതാണ് വിശ്വാസം. എനിക്ക് വേണ്ടി ചോദിക്കുന്ന ആരാ? എൻ്റെ തമ്പുരാൻ. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ അനുദിന ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുള്ളൂ. ദൈവം ഇടപെടും. ചിലപ്പോൾ അതിലൊക്കെ മാന്തി എടുക്കുന്നതുകൊണ്ട് എന്താ പറയേണ്ടത്? എടാ, നീ ചെയ്യുന്നത് ശരിയല്ലടാ, നീ തെറ്റാണ് ചെയ്യുന്നത്. പക്ഷേ മനസ്സെന്നും ഓർപ്പിച്ചേക്കേണ്ടത്, ദൈവം അങ്ങോട്ട് ചോദിക്കട്ടെ, ഞാൻ കേസൊന്നും പോണ്ട. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന് വിട്ടേക്ക്, കർത്താവ് ചോദിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദുർബലർക്കും ബലഹീനർക്കും വേണ്ടി ചോദിക്കുന്നവനാ തമ്പുരാനും. ബൈബിളിലെ ഏറ്റവും നല്ല ശക്തമായ ചിന്തകളൊന്നതാ പ്രിയപ്പെട്ടവരെ, ദുർബലന് വേണ്ടി പക്ഷം ചേരുന്ന കർത്താവുണ്ട്. അവൻ്റെ നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവുണ്ട്. 34-ാം സങ്കീർത്തനത്തിൽ 1-ാം വചനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ആരുമില്ലാത്തവൻ്റെ തുണയല്ലേ തമ്പുരാൻ. ഒരുപാട് പേര് കൊണ്ടടക്കുന്നവരെ ചിലപ്പോൾ ദൈവം അത്ര കാര്യമായി മനസ്സ് സൂക്ഷിച്ചില്ലെങ്കിലും ആരുമില്ലാത്തവരെ കാണുന്ന തമ്പുരാനില്ലേ? വയലിലെ ലില്ലിപ്പൂവിനെ കണ്ടത്, ആകാശത്തിലെ കുഞ്ഞു കുരുവികളെ കണ്ടത് തമ്പുരാൻ്റെ കണ്ണില്ലേ? ആ കണ്ണ് നിന്റെ ദുർബലതയിലും നിന്റെ ബലഹീനതയിലും നിന്നെയും കാണുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം 21-ാമത്തെ അധ്യായം ഞാനിങ്ങനെ വായിച്ചു പോകാറുണ്ട് പലപ്പോഴൊക്കെ. അന്ന് ഇസ്രായേലിലെ രാജാവ് ആഹാബ് രാജാവാണ്. ജസബലാണ് രാജ്ഞി. ഇവരുടെ കൊട്ടാരത്തിന് സമീപത്ത് പാവപ്പെട്ട നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യന് ഒരു 2 ഏക്കർ സ്ഥലമുണ്ട്, കൊച്ചു മുന്തിരിത്തോട്ടം. ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും ശക്തരും വളരെ അധികാരമുള്ളവരാണ്. ഈ ജസബൽ രാജ്ഞിക്കൊരു മോഹം, ഇവൻ്റെ സ്ഥലം മേടിച്ച് കൊട്ടാരം പണിയാവുന്നു. എന്ന് ചോദിച്ചു, നാബോത്തെ, നിന്റെ സ്ഥലം എനിക്ക് തന്നേക്കാവോ കൊട്ടാരം പണിയാവുണ്ട്? നാബോത്ത് പറഞ്ഞു, ഞാൻ തരികയില്ല, ഇതെൻ്റെ പിതൃസ്വത്താ, ഞാൻ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് കൊട്ടാരത്തിന് വേണ്ടിയാ, സർക്കാരിന് വേണ്ടിയാ തരാൻ നിർബന്ധം പറഞ്ഞു. തരികയില്ല. വാശി പിടിച്ചു, തരികയില്ല, എന്തായാലും തരികയില്ല. അപ്പം ഈ രാജ്ഞിക്ക് ദേഷ്യം കയറി പറഞ്ഞു, നിന്റെ സ്ഥലം ഞാൻ പിടിച്ചെടുക്കൂടാ, അധികാരമുള്ള രാജ്ഞിയല്ലേ. കുറേ പേരെ കൊണ്ട് കള്ളക്കേസ് ഉണ്ടാക്കിച്ചു. ഇവൻ ദൈവദോഷം പറഞ്ഞു, അനാവശ്യം പറഞ്ഞു, ദൈവത്തെ നിന്ദിച്ചു. ദൈവദോഷം പറഞ്ഞാൽ എന്താ? ഇവനെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു, കള്ളക്കേസ് ഉണ്ടാക്കി, കോടതി വിധിച്ചു വധശിക്ഷ. ഈ പാവപ്പെട്ട നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു ദിവസങ്ങൾക്കുള്ളിലും. അന്ന് ജസബൽ രാജ്ഞി ആഹാബ് രാജ്ഞി ഇത് ചെയ്തു. ആരെതിർക്കാനാ? ശക്തമായ രാജാവും രാജ്ഞിയും ചെയ്തതല്ലേ. പാവപ്പെട്ട നാബോത്തിൻ്റെ 6 വീട്ടുകാർ പോലും വന്നില്ല. ഇവൻ്റെ ജഡം വഴി കിടന്നും പട്ടി വന്ന് കടിച്ചു തിന്നു. അവൻ്റെ ചോര നായ്ക്കൾ വന്ന് നക്കി കുടിച്ചു. ഇതറിഞ്ഞപ്പം കൊടുങ്കാറ്റ് പോലെ ഏലിയാ പ്രവാചകൻ വന്നു. പ്രവാചകൻ കൊട്ടാരത്തിന് മുറ്റത്ത് നിന്നിട്ട് പറഞ്ഞു, രാജാവേ, രാജ്ഞിയും, നിങ്ങൾ പാവപ്പെട്ട നാബോത്തിന് സ്വത്ത് കയ്യേറിയില്ലേ? അവനെ കൊന്നില്ലേ? കർത്താവ് നിങ്ങളെ വെറുതെ വിടില്ല. കർത്താവ് ദുർബലനോടും ബലഹീനോടും കൂട്ടുകൂടുന്നവനാ. എന്നിട്ട് പറഞ്ഞു വെച്ചു, നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ചതുപോലെ തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. രാജാവ് ചിരിച്ചു. എങ്ങനെ സംഭവിക്കാനാ? പ്രിയപ്പെട്ടവരെ, ജസബൽ രാജ്ഞിയോട് പറഞ്ഞു, നിന്റെ ശവം, നിന്റെ ജഡം നായ്ക്കൾ തിന്നും, കടിച്ചു പറിച്ചിനും. എങ്ങനെ സംഭവിക്കാനാ? എല്ലാവരും ചിരിച്ചു വിട്ടു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ബൈബിൾ വായിക്കണം നിങ്ങൾ. രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിലാണ് ഈ പ്രവാചകന്റെ താക്കീത്. ആ സമ്പൂർണ്ണ ബൈബിളിനാണെങ്കിൽ ഒറ്റ പേജ് മറിച്ചാൽ മതി. 22-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട് ഹെഡിങ്, ആഹാബ് രാജാവിൻ്റെ മരണമെന്ന്. രാജാവ് കൊല്ലപ്പെട്ടു. യുദ്ധക്കളത്തിൽ വെച്ച് ഒരമ്പ അറിയാതെ വന്നുകൊണ്ട് രാജാവിൻ്റെ ചങ്കയെ തുളച്ചു കയറി. അവിടെ നിന്ന് ചോര വാർന്നു പോയി രാജാവ് മരിച്ചു. ആ ചോര രഥത്തിൻ്റെ തുളയിലൂടെ ഒഴുകി പുറത്തേക്ക് ഒഴുകിയപ്പോഴും യുദ്ധക്കളത്തിലെ ആദ്യത്തെ ചോരയുടെ മണം പിടിച്ചു വന്ന് നായ്ക്കൾ നക്കിക്കുടിച്ചു. അക്ഷരാർത്ഥത്തിൽ നായ്ക്കൾ നക്കിക്കുടിച്ചു. ജസബൽ രാജ്ഞിയെ കൊട്ടാരത്തിന് മുകളിൽ നിന്നൊരു പട്ടാളക്കാർ ഉന്തി താഴെ കിട്ടു. തല തല്ലി തകർന്ന് താഴെ കടന്നു. പട്ടി വന്ന് കടിച്ചു തിന്നു.
അതായത് ദുർബലനെയും ബലഹീനനെയും ദ്രോഹിക്കുന്നവനെ കർത്താവ് വെറുതെ വിടില്ല. നീ അത് വിശ്വസിക്കണം. നിന്റെ ബലഹീനതാവസ്ഥ ചൂഷണം ചെയ്താൽ, നിന്റെ സങ്കടാവസ്ഥ ചൂഷണം ചെയ്താൽ കർത്താവ് നിനക്ക് വേണ്ടി ഇടപെടും. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇടപെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രതികാരത്തിന് പോയേക്കരുത്, വഴക്കിന് പോയേക്കരുത്, ശത്രുതയ്ക്ക് പോയേക്കരുത്. പകരം വീട്ടുക എന്നുള്ളത് ക്രിസ്തീയമല്ല. അംഗം വെട്ടുക എന്നുള്ളത് ആത്മീയമല്ല. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിച്ചത്, കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനല്ല. അവൻ്റെ ശബ്ദം തെരുവീതികളിൽ മുഴങ്ങുകയില്ല, ചതഞ്ഞ ഞാങ്ങനെ ഒടിക്കുകയില്ല, തെരുവീതികളിൽ അവൻ ശബ്ദം ഉണ്ടാക്കുകയുമില്ല. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനല്ല. പ്രിയപ്പെട്ട, ബോധപൂർവം തന്നെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ കർത്താവിൻ്റെ ദാസനാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പ്രതികാരവും വാശി ഉപേക്ഷിക്കണം. ഇന്ന് പലപ്പോഴും എനിക്ക് തോന്നും, നമ്മൾ മലയാളികൾക്ക് വല്ലാത്ത വാശിയാണ്. പിള്ളേർക്ക് പോലും എന്തൊരു വാശിയാണ്, ശാഠ്യം, വാശി, ബഹളം. സമരം എന്ന വാക്കാ മലയാളികൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന വാക്കുകളൊന്നും. അങ്ങ് പാറശാല മുതൽ ഇങ്ങ് കാസർഗോഡിൻ്റെ ദേലമ്പാടി വരെ യാത്ര ചെയ്ത് നോക്കിക്കുകയും ഏറ്റവും കൂടുതൽ പ്രാവശ്യം എഴുതപ്പെട്ട വാക്കെന്താ? സമരം. എല്ലായിടത്തും സമരമാണ്, സകലയിടത്തും സമരം. അങ്ങ് മീൻ കച്ചവടക്കാരൻ തൊട്ട് സ്വർണ്ണ കച്ചവടക്കാരൻ വരെ സമരം. ഏറ്റവും താഴ്ന്ന അംഗൻവാടി ജീവനക്കാർ തൊട്ട് IAS ഓഫീസർമാർ വരെ സമരം. ആർക്കെതിരെ സമരം ചെയ്യുന്നത്? എല്ലായിടത്തും വാശി, കലഹം, യുദ്ധം. പ്രിയപ്പെട്ടവരെ, ആത്മീയ മനുഷ്യൻ വഴക്കുണ്ടാക്കാത്തവനാണ്. പുണ്യമുള്ള മനസ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ അത് പിണക്കമില്ലാത്ത മനസ്സാണ്. ഇന്ന് പലരും വിചാരിക്കും പുണ്യം എന്നൊക്കെ വെച്ചാൽ കുറേ ലോഗോസ് കുറിച്ച് സമ്മാനം നേടിയെടുക്കുന്നതാണ്, അല്ലെ കുറേ സുഹൃദേവങ്ങൾ ചൊല്ലിത്തീർക്കുന്നതാണ്, തീർത്ഥാടനം നടത്തുന്നതാണെന്ന്. ഇതൊന്നും മോശമല്ല, ഇതൊന്നും മോശമായ കാര്യമില്ല. പക്ഷേ എന്താണ് പുണ്യമുള്ള മനസ്സ്? അത് വൈരാഗ്യമില്ലാത്ത മനസ്സാണ്, ശത്രുതയില്ലാത്ത മനസ്സാണ്, മനസ്സിൽ നിന്ന് വാശിയും ദേഷ്യവും കളയുന്ന മനസ്സാണ്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ 14-ാം വചനമായി ഇങ്ങനെ കുറിച്ചു വെച്ചത്, വിശുദ്ധി കൂടാതെ കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. എന്താണ് വിശുദ്ധി? വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നിങ്ങൾ അശുദ്ധരാകാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു. അശുദ്ധി എന്ന് പറഞ്ഞു വെക്കുന്നത് എന്താ? വെറുപ്പ്, വിദ്വേഷം, വാശി, വൈരാഗ്യം, ശത്രുത. ഇതാണ് അശുദ്ധി. അല്ലാതെ കുളിക്കാതിരുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ ഷേവ് ചെയ്യാതിരുന്നതല്ല, അല്ലെങ്കിൽ കാലും കൈ കഴുകാത്തല്ല. ഇതൊന്നുമല്ല അശുദ്ധി. ഇതിനൊക്കെ ചില ആനുഷംഗികമായ അർത്ഥങ്ങളുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ മനസ്സിലെ വെറുപ്പും വിദ്വേഷമാണ് അശുദ്ധി. പ്രിയപ്പെട്ടവരെ, അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിന് പ്രത്തോറിയത്തിൽ പ്രവേശിച്ചു എന്നൊക്കെ നമ്മൾ ഈ വലിയ ആഴ്ചയിൽ ബൈബിൾ വായിക്കും. ഇവർ കാലും കൈയും കഴുകി മുഖവും കഴുകി അശുദ്ധരാകാണ്ട് പെസഹ ഭക്ഷിക്കാൻ കരുത്. പക്ഷെ ഇവരുടെ മനസ്സിൽ യേശുവിനെ കൊല്ലണമെന്ന് ചിന്തയല്ലാഞ്ഞോ? കൊല്ലാനും വൈരാഗ്യത്തിനും കള്ളക്കേസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ അശുദ്ധി. യുവദാസിനെ വിളിച്ച് കൊട്ടി കൊടുക്കാൻ ആവശ്യപ്പെടുന്നു, പൈസയുടെ കച്ചവടക്കാർക്ക് പറയുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ അശുദ്ധിയല്ലേ ഇത്? നമ്മൾ ഓർക്കണം, മനസ്സിലെ വൈരാഗ്യമാണ് ഏറ്റവും വലിയ അശുദ്ധി. ഈ പെസഹ കാലത്ത് ദൈവത്തിൻ്റെ രക്ഷയും നന്മയും അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനോട് ഞാൻ പറഞ്ഞു വെക്കും, മോനെ, നിൻ്റെ മനസ്സിലുള്ള വെറുപ്പ് നീ ഉപേക്ഷിക്കണം, ശത്രുത നീ ഉപേക്ഷിക്കണം. കാരണം അവരെന്തൊക്കെ ചെയ്തു വെച്ചെന്ന് പറഞ്ഞാലും നീ നിന്നോട് തന്നെ പറഞ്ഞു വെക്ക്, ദൈവം എനിക്ക് കൂട്ടുണ്ട്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടുന്ന് എനിക്ക് ന്യായങ്ങൾ നടത്തി തരുന്നവനാണ്, അവിടുന്ന് എനിക്ക് ന്യായം നടത്തി തരുന്നവനാണ്. ഞാൻ ബഹളം വെക്കാനൊന്നും പോകണ്ട, ഞാൻ ഒരു ശത്രുതയ്ക്കും പോകണ്ട. കർത്താവ് എനിക്ക് പ്രതിരോധം നൽകും. പ്രിയപ്പെട്ട, ഇന്നത്തെ സോഷ്യോളജിയിൽ ഇത് വെറും മന്ദബുദ്ധിയുടെ വിലാപമായി തോന്നിയേക്കാം. ചോദിച്ചാൽ മറുപടി പറയണ്ടേ, തന്തയ്ക്ക് പറഞ്ഞാൽ തിരിച്ചു പറയണ്ടേ, മിണ്ടാണ്ടൊക്കെ പോരുവാണോ? ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളെ വേദനിപ്പിക്കുകയും വിഷമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞു വെക്കണം, ആ ദൈവത്തിന് വിട്ടേക്കും. ദൈവം ചോദിക്കട്ടെ, കർത്താവ് ഇടപെടട്ടെ. നിൻ്റെ ജീവിതത്തിൽ നിന്നേക്കാൾ എത്രയോ നന്നായി കർത്താവ് ഇടപെടാൻ സാധിക്കും. നിന്നെ ഉപദ്രവിച്ചവരോടും ദ്രോഹിച്ചവരോടും ഒക്കെ കർത്താവിൻ്റെ നാമത്തിൽ നീ ക്ഷമിച്ചവനെ വിട്ടേക്കണം. അവിടെയാണ് പ്രത്യേകിച്ച് വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ ഓർത്തു വെക്കേണ്ടത്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പ്രിയപ്പെട്ടവരെ 3-ാമത്തെ അധ്യായം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആവശ്യപ്പെടുക. അതിങ്ങനെയാണ്, 29-ാം വചനം തൊട്ട്, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 25 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് പറയുകയാണ്, കർത്താവിൻ്റെ രക്ഷയെ ശാന്തവുമായി കാത്തിരിക്കുന്നത് ഉത്തമമാണ്.
യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവൻ്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. അവൻ തൻ്റെ മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ. ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. അവൻ്റെ കവിൾത്തടം തല്ല ഏറ്റുവാങ്ങട്ടെ. നിന്ദനം കൊണ്ട് അവൻ നിറയട്ടെ. എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യ അതിരേകത്തിനനുസൃതമായി അവൻ ദയ കാണിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ഓർക്കണം, അവൻ്റെ തോളിൽ കർത്താവ് നുകം വെക്കുമ്പോൾ അവൻ നിശബ്ദനായിരിക്കണം. അവൻ്റെ കവിൾത്തടം തല്ല ഏറ്റുവാങ്ങട്ടെ, മിണ്ടിയേക്കരുത്. അവൻ പീഡി അനുഭവിക്കുമ്പോൾ അവൻ ശാന്തനായിരിക്കട്ടെ. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി നേരിടുന്നതാണ് പുണ്യം. പ്രിയപ്പെട്ട, ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഒന്നും മിണ്ടാനാവാതെ ഉരുകുന്ന തിരി പോലെ നിൽക്കേണ്ട നിമിഷങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം ദൈവം നമുക്ക് പ്രതിഫലിക്കുന്ന നിമിഷമുണ്ട്. ഇന്നെല്ലാവരും വളരെ വേഗത്തിൻ്റെയും സ്വരത്തിൻ്റെയും ലോകത്താണ്. സ്പീഡ് ആൻഡ് സൗണ്ട്. 1 പറഞ്ഞാൽ 2, 2 പറഞ്ഞാൽ 4. ഇല്ല പ്രിയപ്പെട്ടവരെ, നിശബ്ദമായ ചിന്തകൾക്കും പ്രസക്തിയുണ്ട്. നിശബ്ദമായിരിക്കുന്നതിനും ശാന്തമായിരിക്കുന്നതിനും അർത്ഥമുണ്ട്. കാരണം ദൈവം അവനെ പിന്തുടരുന്നുണ്ട്. ദൈവം അവനെ തീർച്ചയായും പ്രതിഫലം കൊടുക്കുന്നവനാണ്. സങ്കീർത്തനങ്ങളിൽ 62-ാം സങ്കീർത്തനവും 63-ാം സങ്കീർത്തനമൊക്കെ വായിച്ചു നോക്കണം. സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവൻ, കൂട്ടുകാരനാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ, എന്നും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നവൻ എന്നൊക്കെയുള്ള ഒരുപാട് ഹെഡിങ് അതിനകത്തുണ്ട്. ഇങ്ങനെ ദുരന്താനുഭവങ്ങളുടെ കടന്നുപോയവൻ എന്താ പറഞ്ഞു വെച്ചത്? ഞാൻ ഒരു കാര്യം മാത്രം വിശ്വസിക്കുകയാണ്. എന്ത്? ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന്. ബാബിലോണിയൻ നഗരത്തിൽ പോയി 70 വർഷക്കാലം അടിമത്ത് അനുഭവിക്കേണ്ട ജനത വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച വചനമാണത്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്ന്. ഓരോ പ്രഭാതത്തിലും പുതിയതാണെന്ന്. അവിടുന്ന് തന്നെ സംരക്ഷിക്കുമെന്ന്. അവിടുന്ന് തന്നെ പീഡിപ്പിച്ചാലും അവിടുന്ന് എനിക്ക് വിജയം നൽകും. അതായത് എൻ്റെ കർത്താവ് എനിക്ക് വിജയം നൽകുന്നവനാണ്. ആരൊക്കെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ തോക്കില്ല. റോമാലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നില്ലേ, ആരെനിക്കെതിരെ നിൽക്കാൻ സാധിക്കും? ആപത്തോ നഗ്നതയോ വാളോ ദുരിതങ്ങളോ പട്ടിണിയോ ആരെന്നെ തോൽപ്പിക്കും? ആരും തോൽപ്പിക്കില്ല. ഞാൻ ജയിക്കും. നിങ്ങളൊക്കെ ഞാൻ ആവശ്യപ്പെടുക, ഈ ഒരു ആത്മീയ ബോധ്യം മനസ്സ് സൂക്ഷിക്കണം. നമ്മളല്ല പ്രതികാരം ചെയ്യേണ്ടത്, കർത്താവാണ്. നമ്മളല്ല തർക്കിക്കേണ്ടത്, കർത്താവാണ്. അവൻ നമുക്ക് വേണ്ടി ഇടപെടും. അവൻ നമുക്ക് വേണ്ടി ഇടപെടും. കർത്താവിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകുന്ന നിമിഷങ്ങളിൽ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആരുടെ തെറ്റും ക്ഷമിക്കാനും ആരുടെ അതിക്രമങ്ങൾ ക്ഷമിക്കാനും മറക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ദേഷ്യങ്ങളും ഉപേക്ഷിക്കാൻ ഞാൻ ആവശ്യപ്പെടുക. വൈരാഗ്യം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുക. ഇനി ചോദിക്കാൻ പോകരുത്, ഇനി പറയാൻ പോകരുത്, ഒരു കേസിനും പോകരുത്. ദൈവം ചോദിക്കട്ടെ. തീർച്ചയായും നമ്മുടെ ദൈവം തീർച്ചയായും ഇടപെടുക തന്നെ ചെയ്യും. നിങ്ങളെയൊക്കെ പറ്റിച്ചു പോയവരും നശിപ്പിച്ചു പോയവരും കാണും. ചിലരുടെയൊക്കെ ജീവിതത്തിൽ സെക്സിലേക്ക് ദുരുപയോഗിച്ചവരും പ്രേമത്തിൽ വഞ്ചിച്ചവരും കാണും. ചോദിക്കാൻ 100 ന്യായങ്ങൾ കാണും. പക്ഷേ ഞാൻ നിങ്ങോട്ട് പറഞ്ഞു വെക്കുന്ന മോനെ മോളെ, നിശബ്ദമായി നിൽക്കട്ടെ. കുരിശ് മരണത്തിൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് നിശബ്ദതയുണ്ട് പീഡാനുഭവ കഥകളിൽ. എല്ലാത്തിനും ഉത്തരം പറയുന്നല്ല, ചില കാര്യങ്ങൾ ഒന്നും മിണ്ടാതെ നിൽക്കണം. നിന്റെ കവിൾത്തടം തല്ലേറ്റുവാങ്ങട്ടെ, നിന്ദനം കൊണ്ട് അവൻ നിറയട്ടെ, അവൻ്റെ മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ. കർത്താവ് ചോദിക്കാൻ പോവുക. അതുകൊണ്ട് ഇങ്ങനെ വിശ്വസിക്കണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചോദിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആരോട് ചോദിക്കാൻ പോകുന്നില്ല. പ്രിയപ്പെട്ട, ഇത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും കൊണ്ടുനടക്കുന്ന മൂല്യബോധമായി പറയാൻ പോവുകയത്. ഒത്തിരി പേര് എന്നെ പറ്റിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ മാനുഷ്യ രീതിയിൽ ചിലപ്പോഴൊക്കെ പിറുപുറത്ത് കാണും. അടിസ്ഥാനപരമായി ഞാൻ എന്നും ചിന്തിക്കും, പോട്ടയും ദൈവം ചോദിക്കട്ടെന്ന്. ഞാനങ്ങ് വിട്ടുകൊടുത്തേക്കും. ഞാനങ്ങ് ദൈവത്തിൻ്റെ കോടതിയിലേക്ക് വിട്ടുവെക്കും. ദൈവം ഇടപെടട്ടെ. പ്രിയപ്പെട്ടവരെ, എന്നും ദൈവം ഇടപെട്ടിട്ടുണ്ട്. ദൈവം ഇടപെടുകയും ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങളിലും തോൽവികളിലും പരാജയങ്ങളിലും നൊമ്പരങ്ങളിലൊക്കെ നിങ്ങൾ നിന്നോട് തന്നെ പറഞ്ഞ് ഓർപ്പിക്കണം, കർത്താവാണ് നിനക്ക് വിജയം നൽകുന്നത്, ചുറ്റുമുള്ളവരല്ല. കോടതിയിൽ നീ തോറ്റാലും, പോലീസ് സ്റ്റേഷനിൽ നിന്നെ തോറ്റാലും, കൂട്ടുകാർ ചതിച്ചാലും, വിശ്വസിച്ചവരൊക്കെ ചതിച്ചാലും, നീ മനസ്സിൽ പറഞ്ഞു, ദൈവം തന്നെ ജയിപ്പിക്കും, ദൈവം എന്നെ ജയിപ്പിക്കും. ഈ ഒരു ബോധ്യം ശക്തമായി മനസ്സ് സൂക്ഷിക്കാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുക. ഈ നോമ്പ് കാലഘട്ടം അവസാനിക്കുന്ന ദിനങ്ങളിൽ എൻ്റെ ദൈവം എനിക്ക് വിജയം നൽകുമെന്ന ഉറച്ച ബോധ്യത്തോടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ
നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതിന് ദൈവം നിങ്ങൾക്ക് ശക്തി നൽകട്ടെ. മറിയത്തോടൊത്ത് ആരാധിക്കാം, വിശുദ്ധരോടൊത്ത് ആരാധിക്കാം, മാലാഖമാർ ചേർന്ന് ആർത്തുപാടാം, സഭയിൽ ഒരുമയിൽ ചേർന്നു പാടാം. മറിയത്തോടൊത്ത് ആരാധിക്കാം, വിശുദ്ധരോടൊത്ത് ആരാധിക്കാം, മാലാഖമാർ ചേർന്ന് ആർത്തുപാടാം, സഭയിൽ ഒരുമയിൽ ചേർന്നു പാടാം. ആരാധന 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 ദൈവം ഭൂവിൽ പിറന്ന രാവിൽ തൻ്റെ ജനത്തോടു ചേർന്ന നാളിൽ അജപാലകരും രാജാക്കളും മറിയത്തോടൊത്തവനെ ആരാധിച്ചു. ദൈവം ഭൂവിൽ പിറന്ന രാവിൽ തൻ്റെ ജനത്തോടു ചേർന്ന നാളിൽ അജപാലകരും രാജാക്കളും മറിയത്തോടൊത്തവനെ ആരാധിച്ചു. ആരാധന 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 ആരാധന. കൈകളെ കൂപ്പി ഭക്തിപൂർവം ദിവ്യകാരുണ്യനാഥനായ ഈശോയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു ചേർന്ന് അവിടുത്തെ ആരാധിക്കാം. ഈ നിമിഷം നല്ല ഈശോ നമ്മുടെ കൂടെയുണ്ട്. മറിയത്തോടൊത്ത് ആരാധിക്കുന്ന നിമിഷമാണ്. രക്തം ചിന്തി രക്ഷയേകി വിശ്വാസികളും വാനിടവും മറിയത്തോടൊത്തവനെ ആരാധിച്ചു. ക്രൂശിന്മേൽ ദൈവം ശൂന്യനായി രക്തം ചിന്തി രക്ഷയേകി വിശ്വാസികളും വാനിടവും മറിയത്തോടൊത്തവനെ ആരാധിച്ചു. ആരാധന 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 ആരാധന. എല്ലാവരും ആരാധന 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 ആരാധന. തുറന്നു പിടിച്ച കൈകളോടെ ഈശോയിലേക്ക് നോക്കുക. 34-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വചനം പറഞ്ഞു വയ്ക്കുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഈശോയുടെ മുഖം അൾത്താരയിൽ കണ്ടുകൊണ്ട് അവിടുന്ന് ഇവിടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ നോക്കി നമുക്ക് ഒന്നിച്ചു ചേർന്ന് സ്തുതിക്കാം.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനായ കർത്താവേ സ്തോത്രം, രക്ഷകനായ കർത്താവേ സ്തോത്രം, പരിശുദ്ധനായ ദൈവമേ സ്തോത്രം. നിന്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ അന്ധകാരവും നീക്കാൻ കടന്നു വന്ന പ്രകാശമേ, എന്നിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ പിറന്ന രാവിലെ മാലാഖമാർ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പാടിയതുപോലെ ഇപ്പോൾ പൂർണ്ണ മനസ്സോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സ്വർഗവാസികളോട് ചേർന്ന് സ്തുതിക്കുന്നു. സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരോട് ചേർന്ന് സ്തുതിക്കുന്നു. മാലാഖമാരോട് ചേർന്ന് സ്തുതിക്കുന്നു. ഈ ഭൂമിയിലുള്ള സകല പുണ്യാത്മാക്കൾ ചേർന്ന് സ്തുതിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ കുർബാനയിലുള്ള കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതി പാടി മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നിച്ച് ചേർന്ന് സ്തുതി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തുതി പാടും ഞാൻ, സ്തുതി പാടും ദൈവത്തിൻ മുൻപിൽ ഞാൻ സ്തുതി പാടും. സ്തുതി പാടും ഞാൻ, സ്തുതി പാടും ദൈവത്തിൻ മുൻപിൽ ഞാൻ സ്തുതി പാടും. സ്തുതിക്കുക എന്നത് ഭാഗ്യമല്ലേ, സ്തുതികൾക്ക് ദൈവം യോഗ്യനല്ലേ. സ്തുതിക്കുക എന്നത് ഭാഗ്യമല്ലേ, സ്തുതികൾക്ക് ദൈവം യോഗ്യനല്ലേ. സ്തുതി പാടും ഞാൻ, സ്തുതി പാടും ദൈവത്തിൻ മുൻപിൽ ഞാൻ സ്തുതി പാടും. സ്തുതിക്കാം, സ്തുതിക്കാം ദൈവനാമത്തിൻ മഹത്വം പാടാം. സ്തുതിക്കാം, സ്തുതിക്കാം സർവശക്തന് സ്തോത്രം പാടാം. സ്തുതിക്കാം, സ്തുതിക്കാം ദൈവനാമത്തിൻ മഹത്വം പാടാം. സ്തുതിക്കാം, സ്തുതിക്കാം സർവശക്തന് സ്തോത്രം പാടാം. സർവശക്തനായ കർത്താവിനെ സ്തുതിക്കണം. എല്ലാ ജനപദവും സ്തുതിക്കണം. സർവവിശ്വാസത്തോടെ സ്തുതിക്കണം. സ്തുതിക്കുമ്പോഴാണ് ദൈവം ഇറങ്ങി വരുന്നത്. സ്തുതിക്കുമ്പോഴാണ് ദൈവശക്തി പ്രകടമാകുന്നത്. ഉണർവോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്തുതി പാടും ഞാൻ, സ്തുതി പാടും എൻ സൃഷ്ടാവിൻ മുൻപിൽ ഞാൻ സ്തുതി പാടും. സ്തുതി പാടും ഞാൻ, സ്തുതി പാടും എൻ സൃഷ്ടാവിൻ മുൻപിൽ ഞാൻ സ്തുതി പാടും. എൻ്റെ ജീവിതം നീ തന്നതല്ലേ, സർവ സൃഷ്ടിയും നിന്നുടെ ദാനമല്ലേ. എൻ്റെ ജീവിതം നീ തന്നതല്ലേ, സർവ സൃഷ്ടിയും നിന്നുടെ ദാനമല്ലേ. സ്തുതിക്കാം, സ്തുതിക്കാം ദൈവനാമത്തിൻ മഹത്വം പാടാം. സ്തുതിക്കാം, സ്തുതിക്കാം സർവശക്തന് സ്തോത്രം പാടാം. സ്തുതിക്കാം, സ്തുതിക്കാം ദൈവനാമത്തിൻ മഹത്വം പാടാം. സ്തുതിക്കാം, സ്തുതിക്കാം സർവശക്തന് സ്തോത്രം പാടാം. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുമ്പോൾ അവിടെ നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖമാക്കിടുന്നു, നിന്റെ യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കുന്നുവെന്ന് 103-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാവരും സ്തുതിക്കട്ടെ. ആദരങ്ങളിൽ ദൈവസ്തുതി ഉണ്ടാകട്ടെ. സ്തുതി പാടും ഞാൻ, സ്തുതി പാടും എൻ രക്ഷകൻ ദൈവത്തിൻ സ്തുതി പാടും. സ്തുതി പാടും ഞാൻ, സ്തുതി പാടും എൻ പാലകൻ ദൈവത്തിൻ സ്തുതി പാടും. എൻ്റെ ആയുസ്സു നിന്നുടെ
നിന്നുടെ ദാനമല്ലേ. സ്തുതിക്കുക ആയുസ്സിൻ ഭാഗ്യമല്ലേ. എൻ്റെ ആയുസ്സു നിന്നുടെ ദാനമല്ലേ. സ്തുതിക്കുക ആയുസ്സിൻ ഭാഗ്യമല്ലേ. സ്തുതിക്കാം സ്തുതിക്കാം ദൈവനാമത്തിൽ മഹത്വം പാടാം. സ്തുതിക്കാം സ്തുതിക്കാം സർവശക്തന സ്തോത്രം പാടാം. സ്തുതിക്കാം സ്തുതിക്കാം ദൈവനാമത്തിൽ മഹത്വം പാടാം. സ്തുതിക്കാം സ്തുതിക്കാം സർവശക്തന സ്തോത്രം പാടാം. ഇരു കരങ്ങളും ഉയർത്തി സർവശക്തനായ കർത്താവിനെ ഒന്ന് ചേർന്ന് നമുക്ക് സ്തുതിക്കാം. ഈ സ്വരം കേൾക്കുന്ന മുഴുവൻ ആളുകളും ദൈവശക്തി അറിയാവനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്ക് യോഗ്യനായ കർത്താവേ സ്തുതിക്കുന്നു. ഈ നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ശക്തി പ്രകടമാക്കണമേ. രോഗങ്ങൾ സുഖപ്പെടുത്തണമേ, അകൃത്യങ്ങൾ നീക്കണമേ, നന്മയും കരുണയും കൊണ്ട് നിറയ്ക്കണമേ. യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയായ തമ്പുരാന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഏറ്റവും ശക്തമായ ബോധ്യമാണ്, എൻ്റെ ദൈവം അറിയാതെയോ അനുവദിക്കാതെയോ ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിച്ച സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളെയും ദൈവഹിതത്തോട് ചേർത്ത് വെച്ച് നമുക്ക് സ്വീകരിക്കണം. ചിലപ്പോഴൊക്കെ ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോയെന്ന് നമുക്ക് തോന്നിയേക്കാം. ചിലപ്പോഴൊക്കെ ജീവിതയാത്രയിൽ എല്ലാവരും ചതിച്ചു എന്ന് തോന്നിയേക്കാം. ചിലപ്പോൾ ഏകനായി കരയുന്ന നിമിഷങ്ങളുണ്ടാകാം. പ്രിയപ്പെട്ട മകനെ മകളെ, അതെല്ലാം ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർത്ത് വയ്ക്കണം. ആരുമില്ല എന്ന് തോന്നുമ്പോഴും ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എൻ്റെ ബലമാണ്, ഈശോ എൻ്റെ ശക്തിയാണ്, ഞാൻ വിശ്വസിക്കണം. ജീവിതത്തിൽ അനവധി ആളുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങളുമായി കടന്നു വരുമ്പോഴും മനസ്സിലെന്നും കൊണ്ടുനടക്കണം, എൻ്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ സമർപ്പണത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. ആത്മീയത എന്നും ദൈവഹിതത്തിനുള്ള സമർപ്പണമാണ്. ആത്മീയത എന്നും ദൈവത്തിൻ്റെ പദ്ധതികൾ ഏറ്റെടുക്കാനുള്ള അംഗീകരിക്കാനുള്ള മനസ്സ് നിശ്ചയമാണ്. ഇപ്പോൾ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിക്കാം. ഓരോ നിമിഷവും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവത്തിൻ്റെ ഓർക്കാം. പ്രിയപ്പെട്ടവരെ, അനവധി ആളുകളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരുടെ മരണമുണ്ടായിട്ടാകാം. ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മാതാപിതാക്കളാകാം, മക്കളാകാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മറ്റുള്ള ആരുടെയെങ്കിലും മരണം നമ്മുടെ ജീവിതത്തിൽ ഇന്നും ദുഃഖമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ സംഭവത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, പ്രിയപ്പെട്ടവരുടെ മരണം ഇന്നും മനസ്സിനെ നൊമ്പരമായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നോർത്ത് വിഷമിക്കുന്നവരെ കർത്താവേ, നീ ശക്തിപ്പെടുത്തണമേ. നിന്റെ പദ്ധതിയാണ് എല്ലാ മരണവും. മാതാപിതാക്കൾ മരിച്ചവരുണ്ട്, ഇതിനകത്ത് ജീവിത പങ്കാളി മരിച്ചവര്, കുഞ്ഞുങ്ങൾ മരിച്ചവര്, സ്നേഹിച്ചവര്, കടന്നുപോയവര്, ദൈവമേ സമർപ്പിക്കുന്നു. ഇതെല്ലാം നിന്റെ ഇഷ്ടമാണെന്ന് ഓർത്ത് ഞാൻ അംഗീകരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ തുറന്നു പിടിച്ച് ഒരു നിമിഷം ഓർക്കാം. ചിലരുടെ ജീവിതത്തിൽ മാരക രോഗങ്ങളിൽപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രോഗം. ക്യാൻസർ വന്നവർ കാണും, ട്യൂമർ വന്നവർ കാണും, മഹാ അപകടത്തിൽപ്പെട്ടവർ കാണും. വെറുതെ വഴിയെ നടന്നു പോയപ്പോഴും വാഹനം ഇങ്ങോട്ട് വന്ന് ഇടിച്ചവർ കാണും. മരത്തിൽ നിന്ന് വീണവര്, പാമ്പിൻ്റെ കടിയേറ്റവര്, ആക്സിഡൻറ്റിൽ പെട്ടവര്, കണ്ണിന് കാഴ്ച പോയവര്, നടക്കാനാവാത്തവര്, ഒരു തെറ്റും ചെയ്യാതെ കിടന്ന കിടപ്പിൽ കിടക്കേണ്ടി വരുന്ന എല്ലാ ആളുകളെയും ഞാൻ ഓർക്കുന്നു. മകനെ മകളെ, നീ വിശ്വസിക്ക്, ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ എനിക്ക് വന്നത്? ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച്
ഒരു തെറ്റും ചെയ്യാതെ പോലും നിനക്ക് എയ്ഡ്സിൻ്റെ രോഗങ്ങൾ പിടിപെട്ടുണ്ടാകാം. മറ്റാരിലൂടെയെങ്കിലും വന്നു കയറിയതായിരിക്കാം. എന്തുകൊണ്ടാണ് ഈ വാഹന അപകടം ഉണ്ടായത്? ഒരു ഉത്തരവുമില്ല. ഒറ്റ വിശ്വാസമേ ഉള്ളൂ. ദിസ് ഈസ് ദ പ്ലാൻ ഓഫ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, ജീവിതത്തിൽ ദുരിതങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന എല്ലാ ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാരക രോഗങ്ങൾക്ക് പെട്ടവർക്ക് വേണ്ടി അവരുടെ നൊമ്പരങ്ങൾ ആശ്വാസമാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപകടങ്ങൾ സംഭവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുരിതങ്ങളുടെ കടന്നുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ സംഭവങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ശക്തി നൽകണമേ. ഈശോയെ, വേദനകളുടെ കടന്നു പോകുന്നവരുടെ മനസ്സ് വിശ്വാസം ജ്വലിക്കട്ടെ. ഇതെല്ലാം ദൈവഹിതമാണെന്ന് മനസ്സിലാക്കാനുള്ള വിശ്വാസം ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട അനുഭവം ഉണ്ടാകാം. ഒരു തെറ്റും ചെയ്യാതെ കുറ്റവാളിയായി പിടിക്കപ്പെട്ട അനുഭവം ഉണ്ടാകാം. ഓർക്കാപ്പുറത്ത് വിധിവാചകം കേൾക്കേണ്ടി വന്നവൻ്റെ നൊമ്പരമുണ്ടാകാം. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഒരു തെറ്റും ചെയ്യാതെ ചിലപ്പോഴൊക്കെ ശിക്ഷിക്കപ്പെട്ടേക്കാം, നാണം കെട്ടപ്പെട്ടേക്കാം. എല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ മനസ്സാണ്. തൻ്റെ പീഡാനുഭവം മുഴുവൻ ദൈവത്തിൻ്റെ ഹിതമാണെന്ന് പറഞ്ഞ് യേശു ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നൊമ്പരങ്ങളിലും വിഷമങ്ങളിലും കടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം. നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിങ്ങൾക്ക് വേദനയും നൊമ്പരങ്ങളുമുണ്ടോ? തെറ്റിദ്ധരിക്കപ്പെട്ട അനുഭവം കൊണ്ടോ? നിങ്ങൾ എൻ്റെ ഒപ്പം ചേർന്ന് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, തെറ്റിദ്ധരിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യയാണെന്ന് ചിന്തിച്ച് വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയുടെ സ്നേഹം കിട്ടാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാര്യ പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ച് മദ്യത്തിനും തിന്മകളിൽ മുഴുകിക്കിടക്കുന്ന എല്ലാ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു തെറ്റ് ചെയ്യാതെ തന്നെ എൻ്റെ ഭർത്താവ് പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നല്ലോ എന്ന് വിഷമിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പപ്പായ്ക്ക് എന്നോട് ഇഷ്ടമില്ല, മമ്മിക്ക് എന്നോട് ഇഷ്ടമില്ലെന്ന് പറയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അധികാരി മനസ്സിലാക്കാതെ വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്യാസ ജീവിതത്തിന്റെ ഊട് വഴികളിൽ പോലും ചിലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട് നിൽക്കുന്ന സമർപ്പിതർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ, എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. ഇപ്പോൾ ഈ നിമിഷം നീ ആശ്വസിപ്പിക്കണമേ. നാഥാ, നിന്റെ ഹൃദയമാണ് എൻ്റെ ആശ്വാസം, നീ വസിക്കുന്ന ഇടമാണ് എൻ്റെ ബല. അങ്ങേ സക്രാരിയാണ് എൻ്റെ ആശ്വാസം, നിന്റെ വിശുദ്ധ സാന്നിധ്യമാണ് എൻ്റെ അഭയശില. ആൽത്താരിൽ കെട്ടിപ്പിടിച്ചു നിന്നവനെ പോലെ നിന്നിലേക്ക് ചേർന്ന് ഞാൻ നിൽക്കുന്നു. കർത്താവേ, ബലം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രിയേകാന്ത മൗനത്തിൽ സക്രാരി മുന്നിൽ തളർന്നിരിക്കും എൻ മൗന നൊമ്പരം നീ അറിയുമോ? ഈശോയെ, പൊന്നീശോയെ, കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രിയേകാന്ത മൗനത്തിൽ ആരും കൂടെയില്ലാത്ത രാത്രികള്, ആരും മനസ്സിലാക്കാത്ത സന്ധികള്, ഒറ്റയ്ക്കായ നിമിഷങ്ങളില് അൽത്താരയുടെ മുന്നിൽ, സക്രാന്റെ മുന്നിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഒത്തിരി ആളുകൾ
കൂടെയുണ്ട്. എങ്കിലും ഞാനിന്ന് ഏകനാണ്. ഒത്തിരി ആളുകൾ കൂടെയുണ്ട്. എങ്കിലും ഞാനിന്ന് ഏകനാണ്. ഒത്തിരി നാദങ്ങൾ ചുറ്റുമുണ്ട്. എങ്കിലും ഞാനിന്ന് മൂകനാണ്. ഈശോയെ പൊന്നീശോയെ, കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ ഒറ്റപ്പെടുന്ന നിമിഷങ്ങള്, തെറ്റിദ്ധരിക്കപ്പെടുന്ന നിമിഷങ്ങള്, നഷ്ടങ്ങളുടെ നിമിഷങ്ങള്, തനിച്ചാകപ്പോകുന്ന നിമിഷങ്ങള്, ദൈവമേ നീ എൻ്റെ അഭയമാകണം. നിന്റെ കടാവിളക്ക് നോക്കിയിരുന്ന് ഞാൻ എൻ്റെ വേദന മറക്കട്ടെ കർത്താവേ. ചുറ്റും വിളക്കുകൾ അണഞ്ഞിടുന്നു. വെളിച്ചത്തിനായി ഞാൻ കേണിടുന്നു. ചുറ്റും വിളക്കുകൾ അണഞ്ഞിടുന്നു. വെളിച്ചത്തിനായി ഞാൻ കേണിടുന്നു. ആകാശമേലാവിൻ അമ്മ നക്ഷത്രമായി കൂരിരുൾ പാതയിൽ വഴി നടത്തൂ. ഈശോയെ പൊന്നീശോയെ, കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ സക്രാരി മുന്നിൽ തളർന്നിരിക്കും എൻ മൗന നൊമ്പരം നീ അറിയുമോ? ഈശോയെ പൊന്നീശോയെ, കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും വിഷമങ്ങളും എല്ലാം ദൈവതൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്രയിക്കുന്നവനാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആമേൻ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആമേൻ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
മറിയത്തോടൊത്ത് ആരാധിക്കാം, വിശുദ്ധരോടൊത്ത് ആരാധിക്കാം. മാലാഖമാർ ചേർന്ന് ആർത്തുപാടാം, സഭയിൽ ഒരുമയിൽ ചേർന്നു പാടാം. മറിയത്തോടൊത്ത് ആരാധിക്കാം, വിശുദ്ധരോടൊത്ത് ആരാധിക്കാം.